ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വികസനത്തിന് ഊർജം പകരുന്ന വിശ്വസ്ത പങ്കാളിയായാണ് അയൽ രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യയിലെത്തിയ പ്രധാനമന്ത്രിയെ വരവേറ്റ് ഇന്ത്യൻ സമൂഹം. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. സാധാരണക്കാരന്റെ ആശ്രയമാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷിക്കാരുടെ വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ് അനുവദിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടത്തിനായി നാളെ കേരളം സർവീസസിനെ നേരിടും. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ-അമേരിക്ക പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. വികസനത്തിന് ഊർജം പകരുന്ന വിശ്വസ്ത പങ്കാളിയായാണ് അയൽ രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസമാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ കറൻസിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്വാലലംപൂരിൽ 15,000 ഇന്ത്യൻ പ്രവാസികൾ പങ്കെടുക്കുന്ന സ്വീകരണ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ഉടനെ മലേഷ്യയിലും അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. I am happy to share with you that India's UPI will come to Malaysia soon. We made a historic decision just a few months ago. We extended the OCI card eligibility to Malaysian citizens of Indian origin up to the 6th generation. We are also going to give Thiruvalluvar scholarship for students to study in India. 2 ദിവസത്തെ മലേഷ്യ സന്ദർശനത്തിനായി ക്വാലലംപൂരിലെത്തിയ പ്രധാനമന്ത്രിയെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധിതല ചർച്ചകളും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നാളെ നടക്കും. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തുണ്ടായ സമഗ്ര മാറ്റത്തിനുള്ള ഉദാഹരണമാണ് ഈ ആശുപത്രിയെന്ന് അദ്ദേഹം പറഞ്ഞു. പല കാര്യങ്ങളിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചേവായൂരിലെ ത്വക്കുരോഗ ആശുപത്രിയുടെ 20 ഏക്കർ സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് നിർമ്മിക്കുന്നത്. വൃക്ക, കരൾ, ഹൃദയം, ശ്വാസകോശം, കോർണിയ തുടങ്ങി സങ്കീർണമായ എല്ലാ അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകളും ഇവിടെ ലഭ്യമാകും. വ്യാജ പ്രചാരണങ്ങൾക്കിടയിലും സാധാരണക്കാരന്റെ ആശ്രയമായി സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ നിലകൊള്ളുന്നതായി മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ്, കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 1500 ആൻജിയോപ്ലാസ്റ്റികൾ ഉൾപ്പെടെ 5000-ലധികം കാർഡിയോളജിക്കൽ ചികിത്സകളാണ് ഇവിടെ നടന്നതെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോടുള്ള കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ റിസർച്ച് ആൻഡ് റെസിലിയൻസിൽ നിപ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിപയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരണം ഉൾക്കൊള്ളിച്ച ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം, ബോധവൽക്കരണ പോസ്റ്ററുകളുടെ പ്രകാശനം എന്നിവയും ആരോഗ്യമന്ത്രി നിർവഹിച്ചു. ഓരോ തൊഴിൽ മേഖലയിലും അടിസ്ഥാന വൈദഗ്ധ്യം നൽകി തൊഴിലിന് പ്രാപ്തമാക്കുകയാണ് വിജ്ഞാന കേരളത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ വിജ്ഞാന കേരളം സംഘടിപ്പിച്ച തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും വിജ്ഞാന കേരളത്തിന്റെ പ്രവർത്തനം സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷിയുള്ളവർ താമസിക്കുന്ന വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ് അനുവദിക്കാൻ ഉത്തരവായതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയാണ് അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വെള്ളക്കരത്തിന്റെ വർധനവിൽ ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. തൃശൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. തൃശൂർ ഒല്ലൂക്കരയിൽ തെരഞ്ഞെടുപ്പ് ചുവരെഴുത്ത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ മാസം 10-ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 60 കോടിയോളം രൂപ ചെലവഴിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അനുവദിച്ച ഇടുക്കി കോച്ചേരിക്കടവ് പാലം നിർമ്മാണം നിലച്ചതോടെ ദുരിതത്തിലായി കോഴിപ്പള്ളി ആദിവാസി ഉന്നതി നിവാസികൾ. വടക്കനാറിന് കുറുകെയുള്ള ഈ പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കിയാലേ നാടിന് വികസനമുണ്ടാകൂ എന്ന് ഉന്നതിയിലുള്ളവർ പറയുന്നു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം പഞ്ചായത്തിലുള്ള കോഴിപ്പള്ളി ആദിവാസി ഉന്നതിയിലെ 100 കണക്കിന് കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് കോച്ചേരിക്കടവിലെ പാലം. 3 വർഷം മുമ്പ് വലിയ പ്രതീക്ഷയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. മഴക്കാലമായാൽ വടക്കനാർ കരകവിഞ്ഞൊഴുകുന്നതോടെ കോഴിപ്പള്ളി നിവാസികൾ പുറം ലോകത്തേക്ക് എത്താനാകാതെ ഒറ്റപ്പെടും. തടിയും ഇരുമ്പ് കമ്പിയും ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക പാലമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വേനൽക്കാലത്ത് പുഴയിലെ മണ്ണ് റോഡിലൂടെ വാഹനങ്ങൾ എത്തുന്നതാണ് ഏക ആശ്വാസം. എന്നാൽ ഒരു പാലമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് യഥാർത്ഥ വികസനം എത്തുകയുള്ളൂ എന്ന് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം നാളെ സർവീസസിനെ നേരിടും. ഉച്ചയ്ക്ക് 1 മണിക്ക് അസമിലാണ് മത്സരം. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇപ്പോൾ നടന്ന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ വെസ്റ്റ് ഇൻഡീസിന് 35 റൺ ജയം. 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇറങ്ങിയ സ്കോട്ട്ലൻഡ് 7 പന്ത് അവശേഷിക്കെ എല്ലാവരും പുറത്തായി. ഇന്ന് കൊളംബോയിലെ സിംഹളീസ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാൻ നെതർലൻഡ്സിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. അതേസമയം നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് രാത്രി 7-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ അമേരിക്കയെ നേരിടും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, മേരാ യുവഭാരത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന യുവതി യുവാക്കൾക്ക് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ അവസരം. ഇതിലേക്കായി ഈ മാസം 17 വരെ മേരാ യുവഭാരത് പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ ക്വിസ് മത്സരത്തിൽ 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. mybharat.gov.in പോർട്ടൽ വഴിയാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 21,130 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഈ മാസം 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗം മറ്റന്നാൾ രാവിലെ 10 മണി മുതൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും. തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നതാണ് 2ാം ഭാഗം. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാകും. 131ാമത് മാരാമൺ കൺവെൻഷന് നാളെ തുടക്കമാകും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മിഷണറി വിഭാഗമായ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ പമ്പ മാരാമൺ മണൽപ്പുറത്ത് ഈ മാസം 15 വരെ തുടരും. സ്വർണ്ണവില കൂടി. പവന് 2,120 രൂപ വർദ്ധിച്ച് 1,12,720 രൂപയും ഗ്രാമിന് 14,355 രൂപയുമാണ് ഇന്നത്തെ വില. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF പുതുയുഗ യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി. ജില്ലാ അതിർത്തിയിൽ UDF നേതാക്കൾ യാത്രയെ സ്വീകരിച്ചു. തുടർന്ന് പയ്യന്നൂരിലും തളിപ്പറമ്പിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. സംസ്ഥാനത്തെ എല്ലാ മേഖലയിലെയും വികസനത്തിനായി UDFന് പ്രത്യേക പദ്ധതികൾ തയ്യാറായിട്ടുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പൊങ്കാലയോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവൃത്തികളും ഈ മാസം 20-ന് മുമ്പ് പൂർത്തീകരിക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. സംസ്ഥാനത്ത് ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ ക്യാമ്പുകൾക്ക് തുടക്കമായി. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ജില്ലാതല ക്യാമ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ 213 സ്കൂളുകൾക്ക് അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ വിതരണം ചെയ്തു. ISROയും നാസയും ബഹിരാകാശ ദൌത്യങ്ങളിൽ റോവറുകളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ക്യാമ്പിലെ പ്രോഗ്രാമിംഗ് സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനത്തിന് ഊർജ്ജം പകരുന്ന വിശ്വസ്ത പങ്കാളിയായാണ് അയൽ രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യയിലെത്തിയ പ്രധാനമന്ത്രിയെ വരവേറ്റ് ഇന്ത്യൻ സമൂഹം. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. സാധാരണക്കാരന്റെ ആശ്രയമാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷിക്കാരുടെ വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ് അനുവദിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടത്തിനായി നാളെ കേരളം സർവീസസിനെ നേരിടും. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ അമേരിക്ക പോരാട്ടം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.